ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഒരുപോലെയായാലും ജീവിതം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. എന്നാൽ അതിനകം തന്നെ ചിലരെ സമതലത്തിൽ നിന്ന് നീക്കിവെക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ലിംഗസമത്വം. ലിംഗസമത്വം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമാണ്. നീതിയും സമത്വവുമുള്ള ഒരു സമൂഹത്തിന് അത്യന്താപേക്ഷിത ഘടകമാണിത്. എല്ലാ ലിംഗങ്ങളിലുമുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തുല്യ അവകാശങ്ങളും അവസരങ്ങളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഇത്തരത്തിൽ സ്ത്രീയും പുരുഷനും ലിംഗ അസമത്വം അനുഭവിക്കുന്ന ചില കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് നിങ്ങൾ പെൺകുട്ടികൾ ഇങ്ങനത്തെ കളി കളിക്കുന്നത് ഫുട്ബോളൊക്കെ ആൺകുട്ടികൾ കളിക്കുന്ന കളികളാണ്. നിങ്ങൾ എന്തിനാ കളിക്കേണ്ട പക്ഷേ വേറെ എന്തെങ്കിലും കളിച്ചൂടെ? ഇൻഡോർ ഗെയിംസോ അങ്ങനെ എന്തെങ്കിലും കളിച്ചൂടെ? എന്റെ കളിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ പോണേ? നീ ഇവിടെ എന്താ ചെയ്യണേ? നീ ഇവിടെ വെറുതെ നോക്കി നിൽക്കാം. പോയിരുന്നു വല്ലതും പഠിച്ചേ. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്കൊരു കാര്യം ചർച്ച ചെയ്തല്ലോ. നിങ്ങളെല്ലാവരും ക്ലാസ് കഴിയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആരൊക്കെയാണ് ആഗ്രഹം ചോദിക്കാം ടീച്ചർ? പറയല്ലേ? നിങ്ങളെല്ലാം തീരുമാനിച്ചതല്ലേ? അപ്പൊ ഇവിടുന്ന് തുടങ്ങാം. ആരാണ് ആഗ്രഹം എന്റെ ഭൂമിക്ക്? ടീച്ചർ. ടീച്ചർ. എനിക്ക് ഗോപിക്കോ? ടീച്ചർ. ഡോക്ടർ. ഡോക്ടർ. വെരി ഗുഡ്. എഞ്ചിനീയർ. ടീച്ചർ. ടീച്ചർ. ആരാണ്? നേഴ്സോ? ഇത്ര വേറെ പ്രൊഫഷൻ. ഡോക്ടർ, എഞ്ചിനീയർ, എന്തൊക്കെ പ്രൊഫഷൻസ് ഉണ്ട്? എന്താണ് ഈ പെൺകുട്ടികളെ സെലക്ട് ചെയ്യുന്ന ജോബ് സെലക്ട് ചെയ്ത ആരെങ്കിലും എല്ലാരും കളിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് ഇത്രയും ക്യാമ്പും ഒന്നും NSSഉം SPCയും ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പൊ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ രണ്ടുപേരും തുല്യ രീതിയിൽ മത്സരിച്ച് എല്ലാ മേഖലയും വിജയിക്കുന്നു. പഠിപ്പിലായാലും ഗവേഷണത്തിനായാലും ജോലിയിലായാലും എല്ലാ സ്ത്രീകളും പുരുഷന്മാരും തുല്യമായ രീതിയിൽ വെക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ വരുന്ന മാറ്റങ്ങളും പിന്നെ ഉയർച്ചകളുമാണ്. അതാണ് ഇതെല്ലാം ഉണ്ടാക്കി സൃഷ്ടിച്ചത്. ശരിയാട്ടോ, അവൻ പറഞ്ഞത് ശരി തന്നെയാ. സുനിത വില്യംസ് വരെ ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്ന കാലത്താണ് നമ്മൾ ജയിക്കുന്നത്. അപ്പൊ പിന്നെ ഈ അടുക്കളയിൽ അകത്തളങ്ങളിൽ ഒളിച്ചിരുന്ന കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? പുരുഷനും തുല്യ പരിഗണന നൽകണം. അതിപ്പോ തൊഴിലിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും എല്ലാത്തിലും അവർക്ക് ജീവിതത്തിൽ തുല്യത. സ്ത്രീയെയും പുരുഷനെയും നമ്മുടെ സൊസൈറ്റി എന്ന് ഈക്വലായി കാണുന്നോ അന്നേ ഇവിടെ സുസ്ഥിര വികസനം നടക്കുകയുള്ളൂ.